ഹലോ ഗൈസ്, ഇന്നൊരു സൺഡേ വ്ളോഗ് ആയാലോ. അപ്പം ഞാനും അനുശ്രീ അബിയും കൂടി കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് രാവിലെ ഒന്നുമല്ല, കാരണം നല്ല പനിയാണെടാ. പോരാത്തതിന് ഇന്ന് സൺഡേ ആണ്, എണീക്കാൻ വേണ്ടി നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ കണ്ണുമുഖം കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ല നീര് വെച്ചിട്ടുണ്ട്. പക്ഷേ കാണാൻ നല്ല രസമുണ്ടായിരുന്നുടാ, കുറച്ച് ഉണ്ടയായ പോലെയുണ്ട്. കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം, കാരണം ഞാൻ തടിച്ചതായിട്ട് വല്ലപ്പോഴും എനിക്കൊന്ന് കാണണമല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഈ കാണിക്കുന്നുള്ള നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ, നാട്ടിൽ തന്നെയുള്ള ചെറിയ സ്ഥലങ്ങളായിട്ട് അടിപൊളി സ്ഥലങ്ങളാണ്. നമുക്കിങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതെല്ലാം ഒന്ന് കണ്ട്, പിന്നെ ഈ കല്ല് വെള്ളത്തിലെടുത്ത് ഇടുക എന്നുള്ള പരിപാടി നമുക്ക് പണ്ടേ ചെറുപ്പം മുതലേ ഉള്ളതാണല്ലോ. അങ്ങനെ കുറച്ച് കല്ലൊക്കെ എടുത്ത് എറിഞ്ഞ് അവിടെ നിന്ന്, പിന്നെ കുറച്ച് വീഡിയോസ് എടുത്ത് അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മുടെ മറ്റേ ഇലയിൽ വെള്ളമാക്കിയിട്ട് അങ്ങനത്തെ എന്തൊക്കെയോ പരിപാടികൾ കാണിച്ച്. പിന്നെ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് എവിടെ ഇരിക്കാൻ സ്ഥലം കിട്ടുന്നോ അവിടെ പോയി ഇരിക്കും. അതായിരുന്നു അവസ്ഥ. നല്ല ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണെങ്കിലും ഒന്നും കഴിയുന്നുണ്ടായിരുന്നില്ല, അതാണ് മെയിൻ. പിന്നെ ഈ കളിക്കുന്നത്, ഇതിപ്പോൾ കാണുമ്പോൾ ഒപ്പന കളിക്കുന്ന പോലെ ഉണ്ടല്ലോ ഇടാം. ഇതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പോയിട്ട് ലൈക്ക് കമൻറ്റ് ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. നമ്മളുടെ ആൾ മാറി മാറി ഒറ്റയ്ക്ക് വീഡിയോസ് എടുത്ത് കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് ഈ ഡ്രസ്സ് മാറിയത്, നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് പോയത്. കാരണം കുറച്ചധികം വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ സംഭവം ഒന്നും നടന്നിട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. എന്നിട്ട് നമ്മളിങ്ങനെ നടന്ന് പോകുന്നത് നമ്മൾ കണ്ടാൽ അതൊരു കുളമായിട്ട് തോന്നും. പക്ഷേ സംഭവം അതൊരു കുളമല്ല, ഒരു പാറക്കെട്ടിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നതാണത്. പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്കത് കുളമായിട്ട് തന്നെ തോന്നും. ഇതിലും അടിപൊളിയാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അനുശ്രീ അങ്ങോട്ട് ഇറങ്ങിപ്പോയ സമയത്ത് ഓളാ വെള്ളം എടുത്ത് തൊട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പറഞ്ഞതിനാണ് ഓൾ ആ എക്സ്പ്രഷൻ ഇട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ഓൾ ഇറങ്ങിയ സ്ഥിതിക്ക് ഞാനും ഇറങ്ങണമല്ലോ എന്ന് കരുതി ഞാനും ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളമില്ലെങ്കിലും ആ പെയിൻറ്റ് നനയാനുള്ള വെള്ളമൊക്കെ അതിലുണ്ടാവുമല്ലോടാ. അപ്പോൾ പിന്നെ നനയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, ഡ്രസ്സ് നനക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയ പോലെ തന്നെ കയറി വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ കാക്കപ്പൂവായിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിലായിട്ടുണ്ടോ? പിന്നെ ഓണമൊക്കെ ആവാനായില്ലേ, അപ്പോൾ പിന്നെ കാക്കപ്പൂവെല്ലാം ആവണമല്ലോ അല്ലേ. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയലെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയ സ്ഥിതിക്ക് ഒരു വീഡിയോ എങ്കിലും നമ്മൾ എടുക്കണമല്ലോ. അങ്ങനെ വീണ്ടും വീഡിയോസൊക്കെ എടുത്ത് ഡാൻസെല്ലാം എടുത്ത് അതൊക്കെ കഴിഞ്ഞ് ഇനി എന്ത് എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ചായ അടിക്കാമല്ലോ. ഓക്കെ എല്ലാവർക്കും ഓക്കെ ആയ ഒരു കാര്യം ചായ കുടി, അത് മെയിനാണല്ലോ. പിന്നെ വായിക്ക് ടേസ്റ്റ് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചായ കുടിയാണല്ലോ. അപ്പോൾ ചായ ഒട്ടും ഇഷ്ടമില്ലാത്ത ഞാനിപ്പം 3 നേരം ചായ കിട്ടിയ അത്രയും സന്തോഷം, അതിൽ കൂടുതലായാലും അതിനേക്കാൾ സന്തോഷം എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം എനിക്ക് ചായ നമുക്ക് മാത്രമേ ടേസ്റ്റ് കിട്ടുന്നില്ലടാ. അങ്ങനെ ചായയും അപ്പം മിക്സൊക്കെ മേടിച്ച് ഒറ്റ സെറ്റേ മേടിച്ചില്ല, കാരണം വേസ്റ്റ് ആക്കുന്ന ഉറപ്പായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ കഴിച്ച് അപ്പം എന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ഓക്കേടാ, ബായ്. ഇഷ്ടമായി സബ്സ്ക്രൈബ് മറക്കല്ലേ.